തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും ഹൃദയംഗമായ സ്വാഗതം. ഏറ്റു പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ നേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പ്രാർത്ഥന ആവശ്യം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ മക്കളെ, നമുക്ക് പ്രാർത്ഥനയിലേക്ക്, അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് കടന്നു വരാം. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് പ്രഭാതത്തിൽ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ അലിവിൻ്റെ കരങ്ങളെ സ്പർശിക്കണമേ. സന്ധിബന്ധങ്ങളും മാംസപേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ക്ഷീണത്തിലിരിക്കുന്നവരും രോഗത്തിലിരിക്കുന്നവരും കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയരോഗികൾ ഈശോ നാമത്തിൽ ബലം പെടട്ടെ. കരൾ രോഗികൾ, ഉദര രോഗികൾ എല്ലാവരെയും കർത്താവിനെ അണിപ്പെടുത്താവുന്ന വറുതി കർത്താവ് സ്പർശിക്കപ്പെടട്ടെ. അടിപ്പണ പോലെ വൈതാക്കാളുമ്പോൾ ദൈവികമായ ശക്തി നിങ്ങളെ കൊടുക്കട്ടെ. ഉച്ചമുള്ളംകാല് വരെ കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out his spirit. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ എല്ലാ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഗർഭിണികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ജോലിക്ക് പോകുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ജോലി തടസ്സമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, പരീക്ഷക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഉത്കണ്ഠയോടെ തോക്കുമെന്നുള്ള നിരാശയോടെ വെയിറ്റ് ചെയ്യുന്നവരുടെ റിസൾട്ടുകളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക തകർച്ചയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വൈവാഹികമായിട്ട് പിരിഞ്ഞു നിൽക്കുന്നവരെയും പിരിയാൻ പോകുന്നവരെയും പരസ്പര കലഹത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാതിരിക്കുന്നവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ഒഴുകട്ടെ. ദൈവത്തിൻ്റെ ശക്തി അവരുടെ കർത്താവിൻ്റെ ശ്രദ്ധയിലേക്ക് ആവശ്യിക്കട്ടെ. ഭവനരഹിതരെ, ഭവനം പണിയാൻ വീട് സ്ഥലമില്ലാത്തവരെ, അതെല്ലാം
പല ബാങ്കിൻ്റെയും അതുപോലെ സർക്കാർ ഓഫീസുകളുടെയും നിയമക്കുരുക്കിൽ പെട്ടിരിക്കുന്നവർ, കർത്താവ് പാഠം നികർത്താനുള്ളവരും അവരെ നികർത്താൻ അനുവാദമില്ലാത്തവരും, CRSD താമസിക്കുന്നവരും, അവർക്ക് അനുവാദം കിട്ടാത്തവരും, നമ്പറില്ലാത്ത ഭവനങ്ങൾ, നമ്പറില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങൾ, അതുമൂലം ജീവിതത്തിൽ അത് തുടങ്ങാൻ പറ്റാത്തതിൻ്റെ പലിശ കയറി മുടിഞ്ഞ് എല്ലാ തരത്തിലും തൊഴിലുമില്ല, ജീവിതവുമില്ല, നിയമത്തിൻ്റെ ബലികടകളായിട്ട്, ഇരകളായിട്ട്, വികസനത്തിൻ്റെ ഇരകളായിട്ട്, കർത്താവ് എങ്ങനെ ഓടാനും പറ്റും, കത്തുന്ന പെരയിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റുന്നില്ല, ഓടാനും പറ്റുന്നില്ല, തീ കെടുത്താനും പറ്റുന്നില്ല. ഇങ്ങനെ ഭയങ്കര വല്ലാത്ത മാനസിക ജീവിത പിരിമുറുക്കത്തിൽ അകപ്പെട്ടിരിക്കുന്നവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കർത്താവിൻ്റെ ശക്തിയാൽ കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഈ നിമിഷം വിടുതൽ പ്രാപിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കാണുന്ന വചനം 1 Petrus 5:6 തക്ക സമയം. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. തക്ക സമയമില്ലേ? തക്ക സമയം പലപ്പോഴും രണ്ട് തക്കങ്ങൾ നമ്മുടെ ഇരുട്ട് തക്കവും വെളുത്ത തക്കവും എന്ന് പറഞ്ഞ പോലെ ഈ ദൈവത്തിന് മനുഷ്യനും 2 തക്കങ്ങളുണ്ട്. തക്ക സമയമുണ്ട്. ഒന്ന് നമ്മുടെ തക്ക സമയം. നമ്മുടെ തക്ക സമയം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആപേക്ഷികമായിരിക്കും. ആൻറ്റിയുടെ മകൾ കാനഡയിൽ പോയതുകൊണ്ട് ഞാനും കെട്ടിയെടുത്ത് കാനഡയിൽ പോയേക്കാം. കാര്യം അവൾ എന്നേക്കാൾ ഒരു വയസ്സ് ഇളയതാണെന്നൊക്കെ പറയത്തില്ലേ, അത് നമ്മളുണ്ടാക്കുന്ന തക്ക സമയം. ആ ആൻറ്റിയുടെ മകളെന്ന് സാധനം ആ ഒരു സംഭവം ജനിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല. എന്നുവെച്ചാൽ നമ്മുടെ പല പ്രശ്നങ്ങളും കമ്പാരിറ്റീവ് ആണ്, റിലേറ്റീവാണ്, ആപേക്ഷികമാണ്. പല പ്രശ്നങ്ങളും കാര്യം സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം എന്നൊക്കെ നമ്മൾ വിളിക്കുമെങ്കിലും ഇതിങ്ങനെ ചിലപ്പോൾ ദൈവഹിതമായിരിക്കത്തില്ല. പലരും കുരുങ്ങിപ്പോയി എന്നൊക്കെ പറയത്തില്ലേ, കുരുങ്ങിപ്പോയി. അതുപോലെ അങ്ങനെ ഈ പല കുരുക്കുകളും നമ്മൾ അങ്ങോട്ട് ചെന്ന് ഇരന്ന് വാങ്ങിക്കേണ്ടതാണ്. ദൈവികമായ പദ്ധതിക്ക് ശാന്തമാവുകയും ചിന്തിക്കാനും നിരന്തരം ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ചും നമ്മൾ ദൈവത്തിൽ വടിവരണ റഷ് ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മൾ ഉന്തിയിടുന്നതാണ്. പണ്ട് ഉന്തിയിട്ട് ഒപ്പുരുഷമായെന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. ഈ പോർട്ടുഗീസ് ബിഷപ്പുമാരൊക്കെ ഭരിക്കണ കാലത്ത് അവർക്ക് നമ്മുടെ ഭാഷ അറിയത്തില്ല. നമ്മൾക്കാണെങ്കിലും അന്ന് വിദ്യാഭ്യാസം കുറവായിരുന്നു പലർക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ ഈ കുർബാനയ്ക്കുള്ള പടം കഴിഞ്ഞാൽ പിന്നെ ഒപ്പുരുഷമ മേടിക്കാൻ വേണ്ടി ബിഷപ്പ് വരണം. ബിഷപ്പ് 5 കൊല്ലം കൂടുമ്പോൾ വരത്തില്ല, ചില 10-15 കൊല്ലം കൂടിയാണ്. കാര്യം ഒരു രൂപത എന്ന് പറയും ഇന്നത്തെ 5 രൂപതയുടെ വലിപ്പം ഉണ്ടായിരുന്നു. പിന്നെ കാറൊന്നുമില്ല, പല്ലക്കിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്നൊക്കെ യൂറോപ്യൻ മെത്താന്മാർ ഒരു ഇടവക വരണമെന്ന് പറയണത് ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞൊക്കെ വരുത്തുള്ളൂ, 15 കൊല്ലം കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ ആൾക്കാർക്കെല്ലാം 35-40 വയസ്സൊക്കെ. അപ്പോൾ ഈ 40 വയസ്സൊക്കെയാണ് ഒപ്പുരുഷമ മേടിക്കണ്ടേ. അതുകൊണ്ട് അവരൊന്നും പഠിക്കത്തില്ല, പഠിക്കാനുള്ള ഈ മാനസികാവസ്ഥ ഉണ്ടാകത്തില്ല. ഇങ്ങനെയുള്ളവരൊക്കെ ആൾക്കാർ തള്ളിയിടും. എത്ര ഒപ്പുരുഷം മര്യാദക്കുള്ള ആൾക്കാർക്ക് ഒപ്പുരുഷം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ഈ ക്യാരിയസ് അവർക്ക് ഉന്തി വെക്കും. അതിനകത്ത് ഉന്തിയിട്ട് ഒപ്പുരുഷം എന്ന് പറയണത് കേൾക്കുമ്പോൾ രസമാണെങ്കിൽ ഇതുപോലെ നമ്മുടെ പല സമ്മർദ്ദങ്ങളും ഉന്തിയിട്ട് ഒപ്പുരുഷം പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വേറെ പലരുമാണ് ഉന്തണത് ദൈവദൃസന്നിധിയിലേക്ക്. ഇപ്പോൾ പഠനമായാലും വിവാഹമായാലും ഇപ്പം എൻ്റെ ചില വീട്ടിൽ പറയും ഇനി ഞാനൊരിടത്തും പോലെ ഒരു പള്ളിയിലും പോണില്ല, ഒരു ആൾക്കാർക്ക് ചോദിക്കണം ആയില്ല എന്ന് ചോദിക്കണം. അതുകൊണ്ട് ഞാൻ ഒരിടത്തും പോകണം, കുളിക്കാതെ ഇരിക്കാനിട്ടല്ലേ. ഞായറാഴ്ചയൊക്കെ പള്ളിയിൽ പോയില്ല ചോദിക്കുമ്പോൾ കുളിക്കാതെ തേക്കാതെ ഇരിക്കണ കാണാം. 15 ഞാൻ ഒരു പള്ളിയും പോയില്ല. ആൾക്കാരുടെ വായിക്കൊക്കെ ആൾക്കാർ ചോദിക്കണം ആയില്ല എന്താണ് ആൾക്കാർ ചോദിക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ 2 കാര്യത്തിലാണ് ആയില്ലേ ചോദിക്കണത്. ഒന്ന് കല്യാണം ആയില്ലേ. ഒരു 10-25 വയസ്സ് കഴിഞ്ഞാൽ 22 വയസ്സ് കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും ആയില്ലേന്ന്. പിന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും പ്രഗ്നൻ്റ് ആയില്ല. ഇത് ചോദിച്ച ആൾക്കാർക്ക് ഭ്രാന്തായി. അതുകൊണ്ട് ഒരിടത്ത് പോകുന്ന ആൾക്കാർ ഒളിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സമൂഹത്തിൽ ഉന്തിരിഞ്ഞ്. അപ്പോൾ ഈ മറ്റുള്ളവരാണ് ഉണ്ടാക്കുന്നത് ഒരു സമയമുണ്ട് നമ്മുടെ. കാര്യം എന്താ വെച്ചാൽ എൻ്റെ കൂട്ടുകാരെല്ലാം കല്യാണം കഴിച്ചു, അതാണ് ഒരു പ്രശ്നം. ഈ ചുറ്റുവട്ടത്ത് ഇനി കല്യാണം കഴിക്കാനുള്ള ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് വരുമ്പോൾ മറ്റുള്ളവരാണ് ഈ ഉന്തണം നമ്മൾ. അതാണ് ഉന്തിയിട്ട് പുരുഷ പോലെയുള്ള ഉന്തിയിട്ട് പ്രാർത്ഥന എന്ന് പറയും. പ്രാർത്ഥിക്കും, പക്ഷേ ഉന്തിയിട്ട് പ്രാർത്ഥനയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തക്ക സമയം മറ്റുള്ളവർ നിശ്ചയിക്കും. പക്ഷേ നീ മറ്റുള്ളവരെ ഒഴിവാക്കണം. കർത്താവ് പണ്ട് പറഞ്ഞില്ലേ,
നിങ്ങൾക്ക് എന്നെയാണ് ആവശ്യമെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ. അത് രസകരമായ ഒരു വചനമാണ്. യോഹന്നാൻ 18:8. യോഹന്നാൻ 18:8. യേശു പ്രതിവചിച്ചു, ഞാനാണെന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ. നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ. ഇവരെന്ന് പറഞ്ഞ ഒരു സമൂഹം എപ്പോഴും ക്രിസ്തുവായിട്ട് നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അതായത് ദൈവത്തിൻ്റെ തക്ക സമയം എന്നുണ്ട്. അതാണ് ഈ പത്രോസിന് നമ്മൾ 1 പത്രോസ് 5:6 പറയുന്ന തക്ക സമയം. നമ്മൾ പറയുന്ന തക്ക സമയം ജനങ്ങൾ ആ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം ഉണ്ടാകുന്ന സമയമാണ്. പക്ഷേ അത് നമുക്ക് അതുപോലെ നടക്കുന്നില്ലെങ്കിൽ അവരെക്കാൾ നമ്മൾ കുറഞ്ഞു പോയല്ലോ എന്ന് വയ്ക്കും. ഇപ്പോൾ മാർക്ക് ലിസ്റ്റ് കിട്ടുമ്പോൾ നമ്മുടെ മാർക്ക് ലിസ്റ്റായിട്ടല്ല നോക്കണത്. നിനക്കെത്ര കിട്ടി ചോദിക്കത്തില്ലേ? അതാ ഒരു മാർക്ക് അവരെക്കാൾ കുറവാണ് നിനക്കെങ്കിൽ അപ്പോൾ തന്നെ നിൻ്റെ മോന്ത പോകും. കാര്യം നിൻ്റെ സന്തോഷം മറ്റുള്ളവരുടെ പേപ്പറിലാണ് ഇരിക്കുന്നത്. താരതമ്യം എന്ന് പറയുന്നതിനെ. അതുകൊണ്ട് ഇട്ടിയേറ്റ് എന്നൊക്കെയാണ് കർത്താവ് വിളിക്കുന്നത്. ഫിലിപ്പി 2:3. ഫിലിപ്പി 2:3. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. വെച്ചാൽ മാത്സര്യമാണ് അവരുമായിട്ട്. അപ്പോൾ ഈ മത്സരത്തിൻ്റെ പേരിലാണ് ഈ മത്സരിക്കുന്നത്. ആരാണ്? അഹങ്കാരികളായിരിക്കും. ഞാനാണ് വലുതെന്ന് പറയണവനില്ലേ, അതാണ് മത്സരിക്കണം. അതാണ് മാതാവ് പറയുന്നത്. അഹങ്കാരികൾ ഭഗ്നാശരാകപ്പെടും, ചിതറിക്കപ്പെടും. പിന്നെ വിനയാന്യതരെ ഉയർത്തും. അതാണ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിനയത്തോടെ നിൽക്കുക. ദൈവത്തിന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും. അപ്പോൾ അവർക്ക് കൂളായിട്ട് നിൽക്കും. ലോകം മുഴുവനും ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും എനിക്ക് കർത്താവ് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് കർത്താവ് അത് ചെയ്യും. ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നു. അങ്ങനെ ജീവിതത്തെ നേരിടാൻ നോക്കുക. പ്രൈസ് ദി ലോർഡ്. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ വചനങ്ങൾ ഓരോരോ കാലത്ത് നമ്മുടെ ഓരോ വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങളിലാണ് കർത്താവിൻ്റെ വചനങ്ങൾ നമ്മൾ കേൾക്കുന്നത്. നമുക്കെല്ലാ കാലത്തും കുറേ അധികം പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ ദൈവത്തിൻ്റെ വരുമ്പോൾ നിങ്ങൾ തണുക്കെ പ്രാർത്ഥിച്ച് വണ്ടിയിൽ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ പറയൂ, അത് കർത്താവിനോട് പറഞ്ഞില്ലല്ലോ എന്നോർക്കൂ. വീട്ടിലെത്തുമ്പോഴാണ് ദൈവമേ അവിടെ വരെ എത്തി, മാതാവിന് നേരെ കണ്ടിട്ട് പ്രാർത്ഥിച്ചിട്ടും അത് പറഞ്ഞില്ലല്ലോ, മറന്നുപോയല്ലോ എന്നൊക്കെ ഓർക്കുമോ? മനുഷ്യന്മാരൊരിക്കലും പ്രാർത്ഥിച്ച് തീരത്തില്ല അവിടെ പ്രശ്നങ്ങൾ. മനുഷ്യന്മാരൊരിക്കലും അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ വിഷയങ്ങൾ പ്രാർത്ഥിച്ച് തീരത്തില്ല. വിഷയങ്ങൾ വെച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ, അതിനാണ് പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ വിഷയങ്ങൾ ഇങ്ങനെ പെരുകും. അപ്പോൾ നമുക്ക് ഒരു ആധ്യാത്മിക ജീവിതം നമ്മുടെ വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അധികകാലം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. വിഷയങ്ങളെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രാർത്ഥനയെ ബേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിഷയങ്ങൾ ഇങ്ങനെ പെരുകും. പ്രാർത്ഥനയ്ക്ക് വിഷയങ്ങളെ ഉണ്ടാകത്തുള്ളൂ. പ്രാർത്ഥനകൾ തന്നെ വിഷയങ്ങളെ വിഴുങ്ങിക്കളയും. നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ വിഷയങ്ങൾ വിഴുങ്ങുന്നുണ്ട്. ശരിക്കും നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ പ്രാർത്ഥനകളെ വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ശ്രദ്ധിക്കണം. കാര്യം വിഷയം ഒരു സബ്ജക്റ്റ് ഓറിയൻ്റഡ് ആയിട്ടൊരു ആധ്യാത്മികത അധികാരം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു ആധ്യാത്മികയുടെ ഇന്ധനം ദൈവസ്നേഹമാണ്, വിഷയസ്നേഹമല്ല. അതുകൊണ്ടാണ് ആധ്യാത്മികയുടെ ഇന്ധനം എന്ന് പറയുന്നത്. ഇന്ധനമില്ലാതെ ഒന്നും കത്തത്തില്ലല്ല. ജെറ്റ് വിമാനമായാലും വണ്ടിയായാലും കാറായാലും മുന്നോട്ട് പോകണമെങ്കിൽ പെട്രോൾ വേണം. ആധ്യാത്മികയുടെ ഇന്ധനം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വിഷയങ്ങളാണ്. അല്ല, വിഷയങ്ങളൊരു ഇന്ധനമാക്കിയാൽ അധികകാലം മുന്നോട്ട് പോകത്തില്ല. കാര്യം പ്രധാനപ്പെട്ട കാരണങ്ങൾ പല വിഷയങ്ങളും ആപേക്ഷികമായതുകൊണ്ടാണ്.
റിലേറ്റീവ്. നിങ്ങളുടെ ഇൻറ്റൻഷൻസ് റിലേറ്റീവ് ആണ്. റിലേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റൻഷൻസ് എന്ന് പറയുന്നത് എന്താണ്? നിയോഗം. റിലേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ആപേക്ഷികം. ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ശരിയാണെന്നാണ്. ചിലപ്പോഴേ കാലത്തിനൊരു കാലനാണ് എപ്പോഴും വില്ലനായിട്ട് പ്രവർത്തിക്കും. കാലം ഒരു വില്ലനായിട്ട് പ്രവർത്തിക്കും. കാലം മുന്നോട്ട് പോകും തോറും നിങ്ങൾ ഇന്ന് വെച്ചിരിക്കുന്ന വിഷയങ്ങൾ തന്നെ നിങ്ങൾക്ക് പണിയായിട്ട് വരും. ഇപ്പോൾ ഒരു കാലത്ത് എങ്ങനെയെങ്കിലും ഒരു അമേരിക്കൻ ടെക്കി ആകാൻ വേണ്ടി നിങ്ങൾ, എനിക്ക് വേറെ ഒന്നും കുഴപ്പമില്ല, എൻ്റെ ജീവൻ എടുത്തോളാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നമ്മൾ അമേരിക്കൻ ടെക്കി ആകാൻ വേണ്ടി ആൾക്കാർ എന്തുമാത്രം പ്രൊഫഷണൽസാണ് അതിനുവേണ്ടി പഠിച്ചതും MCA തൊട്ട് അങ്ങോട്ടുള്ള ഡിഗ്രികളെല്ലാം കമ്പ്യൂട്ടറിൽ എടുത്തതും എല്ലാം അമേരിക്കൻ പ്രോജക്റ്റ് എടുത്ത് ചെയ്യണം. എന്നിട്ട് അവരുടെ കമ്പനി ബാംഗ്ലൂർ വർക്ക് ചെയ്യണം. അതിനുശേഷം ബാംഗ്ലൂർ വഴി ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോ പോകണം. അവിടെ കമ്പനിയിൽ 10 കൊല്ലം വർക്ക് ചെയ്യണം. ആവശ്യത്തിന് കാശായിട്ട് ഒന്നെങ്കിൽ അവിടെ താമസിക്കണം. അപ്പോൾ നമ്മളൊരു അപേക്ഷ വെക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് ആപ്പടെ പ്രശ്നമുണ്ടാക്കി. അങ്ങനെയുള്ള വിസയ്ക്ക് അദ്ദേഹം 70% തീരുവ കൽപ്പിച്ചു. അമേരിക്കൻ ടെക്കി വിസയ്ക്ക് 75% തീരുവ, 78% തീരുവ. എന്ന് വെച്ചാൽ കിട്ടുന്ന കാശ് അവിടെ തന്നെ കൊടുത്തിട്ട് പോരേണ്ടി വരും. മനസ്സിലായില്ലേ? നമുക്ക് ശമ്പളമായിട്ട് നമുക്ക് തരുന്ന കാശ് വിസ വാങ്ങിക്കാൻ വേണ്ടി ആ രാജ്യത്ത് തന്നെ കൊടുത്തിട്ട് പോകേണ്ടി വരും. അപ്പോൾ അത് അനാകർഷണമായി. ഇപ്പം അമേരിക്കൻ ടെക്കി വിസ എന്നുള്ളത് ഇപ്പം അനാകർഷണമായി. ഇതുപോലെ തന്നെയാണ് ഈ വിഷയങ്ങളാണ് ദൈവദൃശ്യം വെക്കുന്നുണ്ടെങ്കിൽ വിഷയങ്ങൾ ചില സമയത്ത് നമ്മുടെ ആധ്യാത്മികതയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ജീവിത വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികകാലം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഉടമ്പടി ഇരിക്കുന്ന എപ്പോഴും എന്തിനു നിങ്ങൾ ഉടമ്പടി ചെയ്യണമെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് നിങ്ങൾ ദൈവത്തോട് പറയാനുണ്ട്. എന്താണ് വിഷയങ്ങൾ പറയരുതൊരിക്കലും. എന്തിനാണ് എൻ്റെ മക്കൾ ഉടമ്പടി ചെയ്യണമെന്ന് നിങ്ങളോട് ചോദിച്ചാൽ കണ്ണടച്ച് പറയണം. എന്തിനാണ്? ഞങ്ങൾ ദൈവസ്നേഹത്തിൽ വളരാൻ വേണ്ടി. സിമ്പിൾ ഉത്തരവാണത്. എന്തിനാണ് നമ്മൾ ഉടമ്പടി ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു വെടിപ്പും മെനയുള്ള ഒരു ഉത്തരം, നമുക്ക് തിരിച്ച് പണി കിട്ടാത്ത ഒരു ഉത്തരവെന്ന് പറയണത് എന്തിനാണ്? നമ്മൾ ദൈവസ്നേഹത്തിൽ വളരാൻ. സിമ്പിളാണ്. ഇനിയിപ്പോൾ പറയാൻ വേണ്ടി ഒരു ചോദ്യോത്തര കലാപരിപാടി അല്ലാതെ പറയാൻ വേണ്ടി അല്ലാതെ ദൈവത്തിനും കൂടി തോന്നണം. അത് നമ്മൾ ഉടമ്പടി ജീവിക്കുന്നതിൻ്റെ കാരണം ദൈവസ്നേഹത്തെ വളരാനാണ്. നമ്മുടെ അൾട്ടിമേറ്റ് എയിം. പിന്നെ ആത്യന്തികം പല ലക്ഷ്യങ്ങൾ നമുക്കുണ്ട്, പക്ഷേ അൾട്ടിമേറ്റ് എയിം ദൈവസ്നേഹത്തിൽ വളരാനാണ്. ദൈവത്തിന് കൂടി ബോധ്യമായാൽ ഇത് ശരിക്കും സെൽഫ് എടുക്കും. അതിനെത്താൻ തന്നെ നമ്മൾ അശ്രദ്ധമായിരുന്നാലും ഉടമ്പടി മുന്നോട്ട് പോകും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങുമായി എടുത്തിരിക്കുന്ന പരിശുദ്ധ അമ്മയിലുള്ള ഈ ഉടമ്പടി ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ദൈവസ്നേഹത്തില് വളരുകയും പുലരുകയും ചെയ്യുകയാണ്. ആ ഒരു ആന്തരിക ബോധ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ശ്രീ അങ്ങേക്കൊരായിരം സ്തോത്രമേ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ആർട്ടിക് ഏരിയ എന്ന് പറഞ്ഞാൽ അലർജി ഡിസീസ്. ആർട്ടിക് ഏരിയ ത്വക്കെല്ലാം ഇങ്ങനെ പൊടിഞ്ഞു വരണ എന്തോ രോഗം, സഹിക്കാൻ പറ്റാത്ത രോഗമാണ്. പക്ഷേ അവർ ഉടമ്പടി ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അത് മറന്നുപോയി. അവരുടെ വേറെ കുറേ പ്രോബ്ലംസ് ഉണ്ടായ കാരണം അവർ ത്വക്ക് രോഗത്തിന് അനുഭവിക്കുന്ന ഈ പ്രയാസം മറന്നുപോയതാണോ, ഇനി അതൊക്കെ നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഡൗട്ടുള്ളതുകൊണ്ട് അവരത് എഴുതിയില്ല. ലിയ കോഴിക്കോട് നമ്മൾ സാക്ഷി ഇന്നലെ പറഞ്ഞതാണ്. ഞാൻ ആ സാക്ഷ്യം ശ്രദ്ധിച്ചായിരുന്നു. അവിടെ സാക്ഷ്യങ്ങൾ മുഴുവനും നിലനിൽക്കുന്ന സാധനം ഐ ആം ഇൻ റിലേഷൻ വിത്ത് ജീസസ്. അതാണ് സാധനം. ഇപ്പോഴത്തെ ഉടമ്പടി സാക്ഷ്യങ്ങളുടെ ലെവലിൽ കൂടിയിട്ടുണ്ട്. അവരുടെ സാക്ഷ്യങ്ങൾ മുഴുവനും അവർ പറഞ്ഞിങ്ങനെ വരുന്നത് മുഴുവൻ എന്താണ്? ഞാൻ കർത്താവുമായി
ഒരു റിലേഷനിലാണ്. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ഇപ്പം നമുക്കറിയാവില്ലേ, ഇപ്പോൾ സങ്കീർത്തനം എടുത്തേ, നമ്മളെപ്പോഴും എടുക്കുന്നതാണ് ഓരോ പ്രഭാതത്തിൽ ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യമേ, സന്തോഷത്തോടെ ഇടിമുഴക്കം പോലും ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. കർത്താവേ, ജനങ്ങൾക്ക് അഭിഷേകം കൊടുക്കണമേ കർത്താവേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. ഓരോ മകനും ദൈവസഭ അനുഭവിക്കണമേ കർത്താവേ. ദൈവസഭ അനുഭവിക്കണമേ കർത്താവേ. അങ്ങേ നാഥന്റെ അക്ഷരം ഏറ്റുപറഞ്ഞുകൊണ്ട് അങ്ങേക്ക് വേണ്ടി ജീവിക്കാനുള്ള ആത്മീയമായ അഭിഷേകം നൽകാൻ പ്രാർത്ഥിക്കുന്നു. വിലാപങ്ങൾ 3:22-23. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യം. കർത്താവിന്റെ സ്നേഹം പറഞ്ഞേ, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇതിൻ്റെ ഒരു വിഷയം വെച്ചാൽ ഓരോ വചനവും നമ്മൾ വായിക്കുമ്പോൾ നമ്മളോട് പറയുന്ന വേറെ വചനമുണ്ട്. വചനം വായിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഞങ്ങളോട് പറയുന്നത്, നിങ്ങൾ കുറച്ച് നേരം ശബ്ദമായിരിക്കണമെന്ന് പറയും അല്ലേ. എന്താ കാര്യം വെച്ചാൽ വചനം വായിക്കുന്നത് കേൾക്കാനും വേണ്ടിയാണ്. ഓരോ വചനവും നമ്മൾ വായിക്കുമ്പോൾ നമ്മളോട് പറയുന്ന വേറൊരു വചനമുണ്ട്, ഇത് കേൾക്കണം. ഇതാണ് ദൈവം സംസാരിക്കുന്നത്. ഓരോ വചനവും നമ്മൾ വായിക്കുമ്പോൾ നമ്മളോട് പറയുന്ന വേറെ വചനമുണ്ട്. എന്താണ്? കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണെന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ വായിക്കുന്ന വചനം. നമ്മളോട് പറയുന്ന വചനം എന്താണ്? അതുപോലെ നിങ്ങളും ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹത്താൽ ദൈവത്തെ സ്നേഹിക്കണം. ഹല്ലേലൂയ ദിവ്യകാരുണ്യമേ, ദൈവസ്നേഹത്തോടെ എൻ്റെ മക്കളെ, ജോലി ഇല്ലാത്ത അവസ്ഥ, വീട് ഇല്ലാത്ത അവസ്ഥ, കല്യാണം ഒക്കാത്ത അവസ്ഥ, മക്കൾ ഇല്ലാത്ത അവസ്ഥ, ഈ അവസ്ഥകളെല്ലാം അവിടെ കിടക്കട്ടെ. നിങ്ങളൊരു തീരുമാനം എടുക്കുക. എന്താണ്? ദൈവത്തെ ഞാൻ സ്നേഹിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പുതിയ സ്നേഹമാണ് കേട്ടോ. എന്താണ് കാര്യം? നമുക്കൊരു ചാലഞ്ച് തന്നിരിക്കുകയാണ്. ഓരോ വചനവും നമ്മൾ കേൾക്കുമ്പോൾ നമ്മളോട് പറയുന്ന വേറെ ഒരു വചനമുണ്ട്. എന്താ മനസ്സിലായില്ലേ? ഓരോ വചനവും നമ്മൾ കേൾക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുന്ന വേറൊരു വചനമുണ്ട്. എന്താണ്? ഓരോ പ്രഭാതത്തിലും എനിക്ക് നിങ്ങളുള്ള സ്നേഹം പുതിയതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്മളോട് പറയുന്ന വചനം എന്താണ്? അതുപോലെ നമ്മളും ഓരോ ദിവസവും ദൈവത്തോട് പുതിയ സ്നേഹത്തിലാണ് വളരേണ്ടത്. കർത്താവിൻ്റെ വചനം, അതായത് ഈ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത എന്നറിയുക, ബൈബിള് ദൈവം ചോക്കായിട്ടാണ് ആൾക്കാർ ഉപയോഗിച്ചിരിക്കുന്നത്. അധ്യാപകൻ ഒരു ചോക്ക് കൊണ്ട് ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതുന്നത് അധ്യാപകനാണ്, ചോക്കാണ്? അധ്യാപകൻ ചോക്ക് കൊണ്ട് ഒരു ബോർഡ് എഴുതുന്നത് അധ്യാപകനാണ്, ചോക്കാണോ? ഇതുപോലൊരു പ്രശ്നമാണ് വചനത്തിലുള്ളത്. ഇൻസ്പിറേഷൻ്റെ പ്രശ്നം അതാണ്. എന്താണ് എഴുതണത്? ദൈവം ഈ അധ്യാപകൻ ഈ ചോക്ക് കൊണ്ട് എഴുതുകയല്ലേ. അപ്പോൾ ഈ എഴുത്തുകാരൻ എന്ന് പറയുന്നത്, ഇപ്പോൾ പൗലോസ് എഴുതിയ ലേഖനം നമ്മൾ വായിക്കുന്നു, പൗലോസ് ചോക്ക് മാത്രമാണ്. അവിടുത്തെ അധ്യാപകൻ ആരാണ്? പരിശുദ്ധാത്മാവാണ് അധ്യാപകൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരാളെ എടുത്തുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം എഴുതിച്ച് മോസസിനെ കൊണ്ട് എഴുതിച്ചതാണ് അത്. അപ്പോൾ അവിടെ ചോക്ക് മോസസ് ആയിരുന്നു. ഇങ്ങനെ ഓരോരോ ഘട്ടം ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് എഴുതിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൊടിയ ദൈവസ്നേഹം ഉള്ളവരെ കൊണ്ടാണ് ദൈവം ഇതൊക്കെ എഴുതിച്ചിരിക്കുന്നത്.
പരമാവധി ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരെ ഉപയോഗിച്ചാണ് ഈ സംഭവം എഴുതിച്ചിരിക്കുന്നത്. പക്ഷേ എഴുതുമ്പോൾ ഉണ്ടാകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അത് വരണത്. കാര്യം അവർക്ക് പോലും അത് മനസ്സിലായി കാണത്തില്ല. ഇപ്പോൾ ഈ സംഗീതത്തിൽ എഴുതിയിരിക്കുന്നത് പകുതി മുക്കാലും ദാവീദ. അപ്പോൾ എഴുതുമ്പോൾ എന്താ പറയണത്? ഓരോ പ്രഭാതത്തിലും അവിടുന്ന് നമ്മളോടുള്ള സ്നേഹം, അവിടുത്തെ സ്നേഹം പുതിയതാണെന്ന് പറയണം. ഇപ്പോൾ എന്താ നമ്മുടെ ലക്ഷ്യം? നമ്മൾ ഇത് വായിക്കുമ്പോൾ നമുക്കെന്താ നമ്മളോട് പറയുന്ന വാക്ക്? അതുപോലെ ദൈവവൈദ്യരെ നീയും നിൻ്റെ ജീവിതവും ഓരോ പ്രഭാതത്തിലും ദൈവത്തോടുള്ള നിൻ്റെ സ്നേഹം പുതിയതായിരിക്കണം. ഒരു പുതിയ കോൺട്രിബ്യൂഷൻ എൻ്റെ അടുത്ത് ഉണ്ടാകണം. ഇപ്പോൾ ഒരു പ്രാർത്ഥന കേട്ടില്ലെന്ന് വിചാരിച്ചോ? ഒരു പ്രാർത്ഥന കേട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷി ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എക്സ്റേ എടുത്തപ്പോൾ അതിൻ്റെ അകത്ത് കാൽഷിഫിക്കേഷൻ, അത് ഇവർ തന്നെയാണ്, ലിയയുടെ സാക്ഷ്യം തന്നെയാണ്. ലിയയുടെ എക്സ്റേയിൽ അവർക്ക് വിസ ബ്ലോക്ക് ചെയ്യണ രീതിയിൽ അവരുടെ ഫിസിക്കൽ ടെസ്റ്റ് നടത്തിയപ്പോൾ അവിടെ നെഞ്ചിൽ എന്താണ് കാൽഷിഫിക്കേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ കാൽഷ്യത്തിൻ്റെ തോത് കൂടുതലാണ്. അപ്പോൾ സൗദിയിലൊക്കെ ഒന്നും അവരെടുക്കത്തില്ല. അപ്പോൾ കാൽഷിഫിക്കേഷൻ കൂടിയ കാരണം വിസ റിജക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡിക്കൽ ടെസ്റ്റിൽ അവർക്ക് അപ്രൂവ് ആകത്തില്ല. പക്ഷേ ഈ വിഷയം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് നെഗറ്റീവായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്, അല്ലേ? പക്ഷേ ഇവൾ മുൻതൂക്കം കൊടുക്കുന്നത് എന്തിനാണ്? ലിയ എന്ന് പറയുന്ന ലേഡി മുൻതൂക്കം കൊടുക്കുന്നത് എന്തിനാണ്? ഞാനും കർത്താവുമായിട്ട് ഒരു റിലേഷനിലാണ്. ഇതാണ് വിഷയം. അതായത് ഞാൻ കർത്താവേ ഇതുകൊണ്ടൊന്നും ഞാൻ കരയത്തില്ല. അതായത് ഞാൻ ഇൻ കേസ് കരയുമെങ്കിൽ അത് മനുഷ്യന്മാരുടെ മുമ്പ് ഞാൻ കരയത്തില്ല. എന്താ കാര്യം? ഞാൻ നിൻ്റെ മുമ്പ് മാത്രമേ കരയത്തുള്ളൂ. റിലേഷൻസിലുള്ള ആൾക്കാർ അങ്ങനെയാണ് ചെയ്യണത്. അതായത് നമ്മൾക്ക് ഈ മനുഷ്യന്മാരുമായിട്ടുള്ള റിലേഷൻസ് ഉണ്ടാവുമല്ലോ, അത് തന്നെ വലിയ കാര്യങ്ങൾ തന്നെയാണത്. പക്ഷേ ദൈവമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു വിഷയം, ഈ മനുഷ്യന്മാരുടെ റിലേഷൻസിൻ്റെ കാലാവസ്ഥകൾ ഇങ്ങനെ മാറിയും മറിഞ്ഞുമിരിക്കും. ഇന്ന് നിങ്ങൾ നല്ലപ്പോൾ ഇരിക്കുമ്പോൾ ആൾക്കാരുമായിട്ടുണ്ടാകുന്ന ഇന്നത്തെ വൈബ് അടുത്ത കൊല്ലം ഉണ്ടാകത്തില്ല. ഒരു കുഴപ്പമില്ല, ഉണ്ടാകത്തില്ല. അത് കുഴപ്പമില്ല, സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ മണ്ടത്തരം കാണിക്കണം. നിങ്ങൾ ഓവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ്. ഞങ്ങളപ്പോൾ ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല ഒരിക്കലും. കാര്യം എന്താ? വി നോ ഇറ്റ്. ഇതിൽ ഫ്ലക്ച്വേഷൻ ഉള്ളതാണെന്നുള്ള അറിയാം. ഇത് അടുത്ത മാസം ഈ വൈബ് ഉണ്ടാകത്തില്ലെന്നറിയാം. അതുകൊണ്ട് നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾ പൊട്ടം മനുഷ്യരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അവിടെ ലൈഫ് കൊടുക്കും, പൈസ കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇല്ലാത്തതൊക്കെ അവരോട് കമ്മിറ്റ് ചെയ്യും. ഒരാവശ്യമില്ല. ദൈവത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവവുമായിട്ട് റിലേഷനുള്ള ആൾക്കാർ എപ്പോഴും ഉണ്ടാകുന്നൊരു ഗുണം എന്തറിയാവോ? ഈ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ വെച്ചിരിക്കുന്നത് എന്തിനാണ്? ദൈവവുമായിട്ട് റിലേഷനുള്ളവരെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് എൻ്റെ അടുത്തുള്ളത് ഒരു ഉദ്ദേശം. അപ്പോൾ നമ്മൾ ദൈവവുമായിട്ട് ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തെ നിരക്കാത്ത മറ്റ് റിലേഷൻസ് എല്ലാം ബ്ലോക്ക് ചെയ്ത് കളയണം നമ്മൾ. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ല, ഞാൻ മനുഷ്യന്മാർക്ക് ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ലെന്ന് നിങ്ങൾ ധരിക്കരുത്. മനുഷ്യന്മാരുടെ ബന്ധത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കണില്ലെന്ന് ധരിക്കരുത്. അങ്ങനെ പ്രാധാന്യം കൊടുക്കാതിരിക്കുകയെങ്കിൽ ഞാൻ 24 മണിക്കൂർ നിങ്ങളുടെ കൂടെ നിൽക്കുക. അപ്പോൾ മനുഷ്യന്മാർ അവിടെ കണ്ണീര്, അവിടെ പ്രയാസത്തിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രോബ്ലം എപ്പോഴും വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻ ഇപ്പോൾ ലിയ പറയുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവവുമായിട്ട് റിലേഷൻ ആയിക്കഴിഞ്ഞാൽ മറ്റ് റിലേഷൻസിനൊക്കെ താരതമ്യേന വെയിറ്റേജ് കുറവായിരിക്കും. നമുക്ക് വരുന്നൊരു അബദ്ധം, ദൈവവുമായിട്ട് റിലേഷൻ ഉണ്ടാകും, അതിനേക്കാൾ വലിയ റിലേഷനായിരിക്കും മനുഷ്യനുമായിട്ട് ഉണ്ടാകുന്നത്. ഇത് ബാലൻസ് ചെയ്യത്തില്ല. അത് ദൈവം ഉദ്ദേശിക്കണില്ല. അതുകൊണ്ടാണ് പറയണത്, നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം, വേറെ ദൈവം. ശ്രുതിയുടെ ഹല്ലേലൂയ. 23 വെളിപ്പാട് 23 ശ്രുതിയുടെ ഹല്ലേലൂയ. പുറപ്പാട് 23 ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. ഞാനല്ലാതെ പറഞ്ഞേ, വേറെ ദേവന്മാർ നിനക്കുണ്ടാവരുത്. ഉടമ്പടിയിൽ അപ്പം നിങ്ങൾ ഓർക്കും, വേറെ ദൈവസങ്കല്പങ്ങളൊക്കെ മനുഷ്യന്മാർക്കുണ്ടല്ലോ, അതിനെക്കുറിച്ചല്ല ജോസഫച്ചൻ സംസാരിക്കുന്നത്. വേറെ ദൈവം എന്ന് പറയുന്ന സംഭവം ഇത് അതർ ഗോഡ് ഒരു ഭയങ്കര സീരിയസ് വിഷയമാണ്. ദൈവത്തിൻ്റെ സ്ഥാനം ആർക്ക് കൊടുക്കുന്നുവോ അത് അതർ ഗോഡായി മാറും ഉടനെ. അങ്ങനെ ഉണ്ടോ നോക്കണം നിങ്ങൾ. ഇപ്പം നിങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോകണില്ല എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞില്ലേ, ചൊവ്വാഴ്ച ധ്യാനത്തിൽ ഞായറാഴ്ച പള്ളിയിൽ പോയില്ല. എന്താ കാര്യം? കാർ വർക്ക്ഷോപ്പിലാണെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ?
ഇറ്റ്സ് ഓവർ. അതർ ഗോഡായി അപ്പം തന്നെ. നിങ്ങൾക്ക് ഞായറാഴ്ച പള്ളി കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ പറയാം, അയ്യോ ഇത് കാറ് വണ്ടി വർക്ക്ഷോപ്പിലായിപ്പോയി. അപ്പോൾ വണ്ടി വർക്ക്ഷോപ്പിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ആധ്യാത്മിക ജീവിതം വർക്ക്ഷോപ്പിലാകുക. അവിടെയാണ് പ്രോബ്ലം. ഇത് ചിന്തിക്കണം മക്കളെ. ഇതാണ് വേറെ ദൈവം എന്ന് പറഞ്ഞു, ഞാനല്ലാതെ വേറെ. അപ്പം ആ കാറ് ഒരു ദൈവമായിട്ട് പ്രവർത്തിച്ചവിടെ. എന്താ കാര്യം? ദൈവത്തേക്കാൾ പ്രാധാന്യം വണ്ടിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നിങ്ങൾ ഈ പ്രയോറിറ്റി ഓഫ് വാല്യൂ ശരിക്കും നോക്കണം. എന്താ കാര്യം? റിലേഷൻ എന്ന് പറയുന്ന ലിയ പറഞ്ഞ സബ്ജക്റ്റ് ഇല്ലേ, എന്താ പറഞ്ഞത്? റിലേഷൻ എന്ന് പറയുമ്പോൾ ആ റിലേഷൻ ശരിക്കും സിഗ്നേച്ചർ ആകണത് ഒരു എന്താണ്, അതിനൊരു ഒപ്പ് കിട്ടണ എപ്പോഴാണ്? മറ്റ് റിലേഷൻസ് ഫെയിലാകുമ്പോഴാണ്. അതുകൊണ്ട് എപ്പോഴും റിലേഷനിൽ വരാൻ പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രോഗമോ ആപത്തോ പട്ടിണിയോ വാളോ അല്ല എന്താ പറയണത്, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉള്ളത്? 8:35 ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ഓ ദിവ്യകാരുണ്യമേ ശ്രുതികട ഹല്ലേലൂയ.